السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين وبه نستعين ولا عدوان إلا على الظالمين. اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മിൽ നിന്ന് വിട പറഞ്ഞ മുഴുവൻ ആളുകൾക്കും അവന്റെ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ഒരുപാട് ആളുകൾ വിവിധ ഉദ്ദേശങ്ങളെ കൊണ്ട് ദുആക്ക് വസിയത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെ മുറാദുകളെയും അല്ലാഹു പൂർത്തിയാക്കി കൊടുക്കട്ടെ. ജീവിക്കുന്ന കാലം അത്രയും ഇസ്സത്തോടെ ഈമാനോടെ അല്ലാഹുവിന്റെ ദുആത്തിലായി ജീവിക്കാനും മരണം ഖൈറായ സമയത്ത് പൂർണ്ണ ഈമാനോടെ കലിമ ചൊല്ലി ലോകത്തോട് വിട പറയാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു സത്യവിശ്വാസിക്ക് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അനുഗ്രഹങ്ങളിൽ ഒന്ന് അല്ലാഹുവിന്റെ ദീനിനെ കുറിച്ച് സമ്പൂർണമായി മനസ്സിലാക്കുവാനും വഴികേടില്ലാതെ ജീവിക്കുവാൻ ഒരു ഭൂപ്രദേശവും സൗകര്യവും ഒരുക്കപ്പെടുക എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശ്വാസികളോട് ദുആ ചെയ്യാൻ പറഞ്ഞ പ്രാർത്ഥനകളിൽ പ്രധാനമാണ് റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഹിദായത്ത് ലഭിച്ചതിന് ശേഷം പിന്നെ ഞങ്ങളുടെ മനസ്സ്, ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഹിദായത്തിന്റെ വെളിച്ചം നഷ്ടപ്പെട്ടു പോകുന്നൊരു സ്ഥിതി ഉണ്ടാക്കല്ല അല്ലാഹ്. മുഅ്മിനീങ്ങൾ എപ്പോഴും ദുആ ചെയ്യേണ്ട ഒരു ദുആയാണ് വഹബ് ലനാ മിൻ ലദുൻക റഹ്മതൻ. അല്ലാഹുവേ, നിന്റെ ഓശാരമായി ഔദാര്യമായി നിന്റെ റഹ്മത്ത് കൊണ്ട് ഞങ്ങൾ അനുഗ്രഹിക്കണം റബ്ബേ എന്ന ദുആ. നോക്കൂ, ഒരാൾക്ക് ഭൂമിയിൽ മുഅ്മിനായി ജനിച്ചതുകൊണ്ട് മാത്രം അവൻ രക്ഷപ്പെടില്ലല്ലോ. മുഅ്മിനായി ജനിച്ച് അവൻ ജീവിക്കുന്ന കാലമത്രയും ഇസ്ലാമിലായി ജീവിക്കുകയും വഫാത്തിന്റെ നേരത്ത് അല്ലാഹുവിന്റെ ത്വാഅത്തിലായിട്ട് മരിക്കാനും കഴിയണം. എന്നാൽ ഈ ലോകം നമ്മളെ എപ്പോഴും ഈമാനിന്റെ വഴികളിൽ നിന്ന് പിന്തിരിപ്പിക്കുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്തല്ലേ നമ്മൾ ജീവിക്കുന്നത്. ഹറാമുകളിലേക്കാണ് ലോകം ക്ഷണിക്കുക, പൈശാചികതയിലേക്കാണ് ക്ഷണിച്ചുകൊണ്ടിരിക്കുക. അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യങ്ങളിലേക്കല്ല നമ്മുടെ ചുറ്റുപാടും നമ്മളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തതും പിശാചിന്റെ വഴികളിലേക്കുമാണ് നിരന്തരമായി നമ്മളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുക. അവിടെ ഒരു മുഅ്മിനായ മനുഷ്യന് ഏറ്റവും വലിയൊരു കരുത്തെന്താണ്? അവനും അവരുടെ തലമുറകൾക്കും കുടുംബത്തിനും സമൂഹത്തിനുമൊക്കെ അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കുവാനും അതനുസരിച്ചുകൊണ്ട് ജീവിക്കുവാനും അതനുസരിച്ചുകൊണ്ട് മരിക്കുവാനുമുള്ള ഒരു സൗഭാഗ്യം ലഭിക്കപ്പെടുക എന്നതാണ്. അങ്ങനെ ഒരു അനുഗ്രഹം അള്ളാഹു പ്രത്യേകമായി നൽകിയ ഒരു വിഭാഗമാണ് നമ്മളെന്ന് പറഞ്ഞാൽ ഈ കേരളത്തിലെ മുസ്ലിം ജനസമൂഹത്തിന് അള്ളാഹു തആല നൽകിയിട്ടുള്ള ഏറ്റവും വലിയ സൗഭാഗ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ പരിശുദ്ധ ഇസ്ലാമിനെ അനുഭവിക്കുവാനും പിന്നീട് അങ്ങോട്ട് ഓരോ കാലഘട്ടങ്ങളിലും യോഗ്യരായ പണ്ഡിതന്മാരുടെയും ആത്മീയ നേതാക്കന്മാരുടെയും ഒക്കെ തണലിലായിട്ട് ജീവിക്കുവാനുമുള്ള സൗഭാഗ്യമുണ്ടായി എന്നത് കേരളത്തിന്റെ അനുഗ്രഹമാണ്. ഇന്ത്യയിലെ മറ്റു പ്രദേശങ്ങളെ നോക്കിയാൽ അവിടെയൊക്കെ മുസ്ലിങ്ങൾ ഭരണം നടത്തിയിട്ടുണ്ട്. നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ കർണാടകയിലെ ബീജാപൂരിൽ അവിടെ ബീജാപൂർ സുൽത്താൻമാരുണ്ടായിരുന്നു. ഹൈദരാബാദിൽ നൈസാമുമാരുണ്ടായിരുന്നു. ഉത്തരേന്ത്യയിലേക്ക് പോയാൽ അവിടെ ലോകത്തെ അറിയപ്പെടുന്ന അന്നത്തെ ഇസ്ലാമിക ഭരണാധികാരികളുണ്ടായിരുന്നു. പക്ഷേ ഒരു ഇസ്ലാമിക ഭരണം എന്ന് പറയുന്ന ഒരു ഭരണമൊന്നും നടക്കാത്ത പ്രദേശമാണ് ഈ കേരളം. നോക്കൂ, ആ പ്രദേശങ്ങളിലൊന്നും ഇല്ലാത്ത രീതിയിൽ ഒരു ഇസ്ലാമികമായ നവോത്ഥാനത്തിന്റെയും ഉന്മേഷത്തിന്റെയും ഒരു വൈജ്ഞാനികമായ ഉന്നതിയുടെയും ഒക്കെ അവസ്ഥ കേരളത്തിൽ ഉണ്ടായത് എന്തുകൊണ്ടാണ്? നമ്മുടെ നാട് എല്ലാ കാലഘട്ടത്തിലെയും നമ്മുടെ നാട്ടിലെ മുസ്ലിമീങ്ങളെ അവർക്ക് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കാൻ അല്ലാഹു തആല യോഗ്യരായ ആളുകളെ ഇവിടെ നിയോഗിച്ചിട്ടുണ്ട്. മഹാന്മാരായ സ്വഹാബ കിറാമിലൂടെ മാലിക് ദീനാർ റളിയല്ലാഹു അൻഹു ഉൾപ്പെടെയുള്ള മാലിക് ഇബ്നു ഹബീബ് റളിയല്ലാഹു അൻഹു ഉൾപ്പെടെയുള്ള പണ്ഡിതന്മാർ സ്വഹാബികൾ കേരളത്തിന്റെ തീരപ്രദേശങ്ങളിലേക്ക് വന്നു. ആ തീരപ്രദേശങ്ങളിൽ പള്ളികൾ ഉണ്ടാക്കി അവരുടെ ജീവിതവും രീതിയും സംസ്കാരവും ശീലങ്ങളും കണ്ടുകൊണ്ടാണ് നമ്മുടെ നാട്ടിലുള്ള ആളുകൾ ഇസ്ലാമിനെ മനസ്സിലാക്കിയത്. പിന്നീട് ആ വഴിയും പാരമ്പര്യവും തുടർന്നു. പിന്നീട് മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു
തമിഴ്നാട്ടിലെ കോറാമണ്ടൽ തീരത്ത് നിന്നാണ് അവർ കൊച്ചിയിലേക്ക് വന്നത്. കൊച്ചിയിൽ നിന്ന് പിന്നെ പൊന്നാനിയിലെത്തുകയാണ് അവിടുത്തെ തലമുറ. സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ മഖ്ദൂം മഹാനവർകൾ ഈജിപ്തിൽ പോയി അന്നത്തെ ഷാഫിഈ മദ്ഹബിലെ അഗ്രേസരനായ പണ്ഡിതൻ, ഇന്ന് മഹാനായ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ മഖ്ബറയുടെ തൊട്ടടുത്ത് വിശ്രമിക്കുന്ന ഷെയ്ഖ് സക്കരിയ അൻസ്വാരി റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ പോയിട്ട് ദീന് പഠിച്ചു വന്ന മഹാനാണ്. ആ മഹാനുഭാവൻ ആ മാതൃകയിൽ കേരളത്തിൽ പൊന്നാനിയിൽ പള്ളി ഉണ്ടാക്കി. ആ പള്ളിയിലേക്ക് ഇന്ന് മലേഷ്യയിൽ നിന്ന്, ശ്രീലങ്കയിൽ നിന്ന്, ജാവയിൽ നിന്ന്, ഇന്തോനേഷ്യയിൽ നിന്നൊക്കെ ആളുകൾ വന്നിരുന്നു ദീന് പഠിക്കാൻ. അങ്ങനെ ആ പരമ്പരയിൽ പിന്നീട് കേരളത്തിൽ വലിയ പണ്ഡിതന്മാർ പ്രത്യക്ഷപ്പെടുന്നു. അവിടുത്തെ പേരക്കുട്ടിയായി വന്ന സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമൻ മുസ്ലിം ലോകത്ത് അറിയപ്പെടുന്ന കർമ്മശാസ്ത്ര ഗ്രന്ഥമായ ഫതുഹുൽ മുഈന്റെ രചന നടത്തി. അത് ഇന്നും ലോകത്തെ വിവിധ ഭൂഖണ്ഡങ്ങളിൽ പഠിപ്പിക്കപ്പെടുന്ന ഒരു ഗ്രന്ഥമാണ് കർമ്മശാസ്ത്ര മേഖലയിൽ. ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം ഇതാണ്: ഓരോ കാലഘട്ടത്തിലും കണ്ണിമുറിയാത്ത ജ്ഞാന പാരമ്പര്യത്തിന്റെ ഉടമകൾ നമ്മുടെ ഈ കേരളത്തിലുണ്ട്. അള്ളാഹു നൽകിയൊരു തൗഫീഖാണ്. അള്ളാഹു നിലനിർത്തി തരട്ടെ. ഹൈദരാബാദിൽ നിന്നൊരു സംഘം കേരളത്തിലേക്ക് ഒരിക്കൽ വന്നപ്പോ അവർ അതിശയത്തോടു കൂടി പറഞ്ഞത്, ഈ കേരളത്തിലെ മുസ്ലിമീങ്ങൾക്ക് ഇത്ര വലിയ മതപരമായ ഒരു അച്ചടക്കത്തിനുള്ള ഒരു തൗഫീഖ് കിട്ടിയത് എന്തുകൊണ്ടാണെന്നറിയോ? അവർ അതിശയത്തോടു കൂടി പറയാണ്, എത്ര സ്വഹാബികളാണ് ഈ കേരളത്തിൽ മറപ്പെട്ട് കിടക്കുന്നത്. ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നോക്കിയാൽ എത്ര സ്വഹാബികളാണ്. സ്വഹാബികൾ മറപ്പെട്ട് കിടക്കുന്ന മണ്ണ്, ആ മണ്ണിലേക്ക് അല്ലാഹു തആല ഇൽമിന്റെ വെളിച്ചം കൊടുക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 1400 കൊല്ലം മുമ്പ് അൽ ഈമാനു യമാനിയുൻ വൽ ഹിക്മതു യമാനിയത്തുൻ, യമനി പാരമ്പര്യമുള്ള ജ്ഞാനം, യമനി പാരമ്പര്യമുള്ള വിശ്വാസം, ആ വിശ്വാസമാണ് യഥാർത്ഥ മാർഗം എന്ന് പഠിപ്പിച്ചു. 1400 കൊല്ലം മുമ്പ് അറബിയിൽ നിന്ന് പഠിപ്പിച്ചതാണ്. അറബികളായ സ്വഹാബികളോട് പറഞ്ഞു കൊടുക്കുകയാണ്. പക്ഷേ അതിന്റെ സൗഭാഗ്യത്തെ നേരിട്ട് അനുഭവിക്കാൻ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾക്കപ്പുറത്ത് അറബിക്കടലിന്റെ ഓരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു കൊച്ചു ഭൂപ്രദേശമായ കേരളത്തിന്റെ ഭാഗ്യമുണ്ടായി. കേരളത്തിലേക്ക് വന്ന പണ്ഡിതന്മാരുടെ വേരുകൾ നോക്കിയാൽ അവരൊക്കെ യമനികളാണ്. കേരളത്തിന്റെ പ്രത്യേകത, നമ്മുടെ തീരപ്രദേശത്തുകൂടെ സയ്യിദന്മാരുടെയും ആലിമീങ്ങളുടെയും ഒരു സമ്മിശ്രമായ നേതൃത്വം ഉണ്ടായിട്ടുണ്ട്. കേരളത്തിന്റെ ചരിത്രം അങ്ങനെയാണ്. നമ്മൾ മഹാനരായ ഉമർ ഖാദി റളിയല്ലാഹു അൻഹു എന്ന ആലിമിനെ പറയുമ്പോൾ തന്നെയാണ് ആ കാലഘട്ടത്തിൽ മമ്പുറത്തെ തങ്ങളുപ്പാപ്പയും ഉണ്ടായത്. സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പൊന്നാനിയിൽ മഖ്ദൂമിയ്യത്തിന്റെ ജ്ഞാന പാരമ്പര്യത്തിന്റെ വിളക്ക് ഇരുത്തുന്ന സന്ദർഭത്തിൽ കോഴിക്കോട്ട്, ആ സമയത്ത് കോഴിക്കോട് 10ാം നൂറ്റാണ്ടിൽ തന്നെ ഇവിടെ യമനിലെ ഹദർമൗത്തിൽ നിന്ന് ജിഫ്രി കുടുംബത്തിന്റെ കബീലയിലൂടെ സയ്യിദന്മാർ വരുന്നുണ്ട്. ആ തങ്ങൾ കുടുംബത്തിൽ നിന്നൊരു തങ്ങളെ ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞ് ശേഖ് ഹസൻ ജിഫ്രിയെ പൊന്നാനിയിലേക്ക് ക്ഷണിക്കപ്പെടുന്നുണ്ട്. ഈ പൊന്നാനിയിൽ നിന്നും പഠിച്ചിറങ്ങിയ മഖ്ദൂമികളായ പണ്ഡിതന്മാരാണ് പിന്നെ മലപ്പുറത്തിന്റെ കിഴക്കൻ ഏറനാടൻ മലബാറിന്റെ പ്രദേശങ്ങളിലേക്ക് പോയത്. അങ്ങനെയാണ് മലപ്പുറത്തിന്റെ ഏറനാടൻ പ്രദേശങ്ങളിലൊക്കെ മുസ്ലിയാരകത്ത് കുടുംബമുണ്ടായത്. അങ്ങനെയാണ് അവിടെ ഖാദി കുടുംബങ്ങൾ ഉണ്ടായത്. ഇവിടുന്ന് അങ്ങോട്ട് ജ്ഞാന പാരമ്പര്യം കൈമാറ്റം ചെയ്യപ്പെട്ടതാണ്. ഇക്കാലത്തും ഈ സയ്യിദന്മാരുടെയും ആലിമീങ്ങളുടെയും ഒരു സമ്മിശ്രമായ ഒരു ആത്മീയ നേതൃത്വത്തിന്റെ തണൽ അനുഭവിക്കാൻ നമുക്ക് കഴിഞ്ഞു. ആ തുടർച്ചയിൽ നിങ്ങൾ നോക്കൂ, അങ്ങനെ എത്ര കാലം കേരളത്തിന്റെ 15ഉം 16ഉം 17ഉം നൂറ്റാണ്ടുകൾ നമ്മൾ എടുത്തു നോക്കിയാൽ അവിടെയൊക്കെ ആലിമീങ്ങളുണ്ട്, അവിടെയൊക്കെ പണ്ഡിതന്മാരുണ്ട്. ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ ഇവിടെ നിന്ന് എഴുതപ്പെട്ടിട്ടുണ്ട്. ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ. കോഴിക്കോട് ഖാദി കുടുംബത്തിൽ നിന്ന് ഖാദി മുഹമ്മദ് മുഹ്യിദ്ദീൻ മാലൈ എന്ന് പറയുന്ന മഹത്തായ കൃതി, ആഖ്യാന കൃതി, ആ കൃതി രചിക്കുന്നത് ഏത് കാലത്താണ്? തുഞ്ചത്തെഴുത്തച്ഛൻ ഇവിടെ അവരുടെ ആധ്യാത്മിക കൃതികൾ എഴുതുന്നതിന്റെ മുമ്പാണ് മഹാനരായ ഖാദി മുഹമ്മദിന്റെ രചനയുണ്ടാകുന്നത്. എത്ര വർഷങ്ങൾ പിന്നിട്ടു അത്, എത്ര വർഷങ്ങൾ, നൂറ്റാണ്ടുകൾ പിന്നിടുകയാണ്. നോക്കൂ, ആത്മീയമായ ഒരു തണൽ എല്ലാ കാലഘട്ടത്തിലും കൊടുക്കാൻ കഴിഞ്ഞിരുന്നു. അതിന്റെ തുടർച്ചയിലാണ് 1926 ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കേരളത്തിൽ രൂപീകരിക്കപ്പെടുന്നത്. നമ്മൾ അറിയേണ്ട ഒരു കാര്യം, 1900 എന്ന് പറഞ്ഞാൽ ലോകത്തെ മുസ്ലിമീങ്ങൾ ഒന്നടങ്കം അതിശയത്തോടുകൂടി നോക്കി നിൽക്കുന്ന ഒരു സമയമാണ്. മുസ്ലിമീങ്ങൾക്ക് ഇസ്ലാമിന്റെ ഖിലാഫത്ത് നഷ്ടപ്പെട്ടു. ഏക നേതൃത്വം ഉണ്ടായിരുന്നു തുർക്കിയിൽ, അത് നഷ്ടപ്പെട്ടു പോയി. ഇനി ഏത് തണലിനെ ഞങ്ങൾ സ്വീകരിക്കുമെന്ന് എല്ലാവരും ആശങ്കപ്പെട്ടിരുന്ന ഒരു സമയത്ത് നമ്മുടെ നാട്ടിൽ വ്യത്യസ്ത വിഭാഗങ്ങൾ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. നമുക്ക് ബ്രിട്ടീഷുകാരോട് സമരസപ്പെടാം, അവരുടെ ഐഡിയോളജിയെ സ്വീകരിക്കാം എന്ന് പറഞ്ഞ് ഇസ്ലാമിക് മോഡേണിസ്റ്റുകൾ നമുക്കിടയിൽ നിന്നുണ്ടാകുന്നുണ്ട്. പൂർണ്ണമായും സാമൂഹിക നടപടികളിൽ നിന്നും ഇടപെടലുകളിൽ നിന്നും പിൻവാങ്ങി ഒരു ആത്മീയ ജീവിതത്തിലൂടെ മാത്രം ജനങ്ങളുമായിട്ടുള്ള ഇടപഴക്കങ്ങളൊന്നും വേണ്ട എന്ന് പറയുന്ന ചില സന്യാസ ജീവിതങ്ങൾ നയിക്കുന്ന വിശ്വാസികളും മുസ്ലിമീങ്ങൾക്കിടയിൽ നിന്ന് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. പക്ഷേ അവിടെ മുസ്ലിമീങ്ങളുടെ ഈമാനും അമലും സംരക്ഷിക്കപ്പെടണമെങ്കിൽ
നമുക്കൊരു വൈജ്ഞാനിക നേതൃത്വം ഉണ്ടാകണമെന്ന തിരിച്ചറിവിലാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ രൂപീകരണം ഉണ്ടാകുന്നത്. എന്തുകൊണ്ടാണ് പിന്നീട് നിങ്ങൾ ആലോചിക്കൂ, 926 കഴിഞ്ഞ് 100 കൊല്ലം പിന്നിടുകയാണ്. ഈ 100 കൊല്ലം പിന്നിടുമ്പോഴും അന്നത്തെ മുഖ്യധാര നേതൃത്വം തന്നെയാണ് ഇന്നത്തെ മുസ്ലിം സമൂഹത്തിന്റെ കേരളത്തിന്റെ മുഖ്യധാര നേതൃത്വമായി നിലനിൽക്കുന്നത്. എന്താണ് അതിന്റെ കാരണം? പരിശുദ്ധമായ അഹ്ലുസുന്നത്തി വൽ ജമാഅയുടെയും പരിശുദ്ധ ദീനിന്റെയും അടിസ്ഥാന നിയമങ്ങളെ നിലനിർത്തിക്കൊണ്ട് എങ്ങനെയാണോ 13 നൂറ്റാണ്ട് കാലം നമ്മുടെ നാട്ടിൽ മുഅ്മിനീങ്ങൾ ജീവിച്ചത് എങ്കിൽ ആ പാരമ്പര്യത്തെ നിലനിർത്തുന്നതിന് വേണ്ടിയാണ് ഇവിടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സംസ്ഥാപനം ഉണ്ടായത്. നോക്കൂ, നമ്മുടെ നാട്ടിലെ ആലിമീങ്ങൾ എല്ലാവരും അതിന്റെ കൂടെ കൂടുകയും അവരെ നേതൃത്വം നൽകുകയും വിശ്വാസികൾക്ക് ധൈര്യം പകരുകയും ചെയ്തപ്പോൾ നമ്മുടെ ഈമാനും അമലും സംരക്ഷിക്കപ്പെടുന്ന ഒരു മാർഗരേഖ ഉണ്ടാവുകയാണ്. വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ, ഇസ്ലാം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഐഡിയോളജിയിൽ മാത്രം ഉണ്ടായതുകൊണ്ട് കാര്യമില്ലല്ലോ, പ്രവർത്തനങ്ങൾ ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല. ഈമാൻ എന്ന് പറയുന്ന വിശ്വാസവും ഇസ്ലാം എന്ന് പരിചയപ്പെടുത്തിയ കർമ്മങ്ങളും ഇഹ്സാൻ എന്ന് പരിചയപ്പെടുത്തിയ ആത്മീയതയും, ഇത് മൂന്നും മേളിക്കണം. ഇതിന് മൂന്നിനും ഒരു മാർഗരേഖ ഉണ്ടാകണം. ആ മാർഗരേഖയാണ് നമ്മുടെ ഇമാമിയങ്ങൾ കാലങ്ങളായിട്ട് ഇവിടെ പരിചയപ്പെടുത്തിയത്. വിശ്വാസം നിലനിൽക്കാൻ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദയിലെ പിറകെ കൂടണം. കർമ്മങ്ങൾ നിലനിൽക്കണമെങ്കിൽ, കർമ്മങ്ങൾ ശരിയാകണമെങ്കിൽ മദ്ഹബുകളെ അനുധാവനം ചെയ്യണം. ആത്മീയ വഴികളിൽ പ്രവേശിച്ച് വഴിവിടക്കാതിരിക്കണമെങ്കിൽ തസവ്വുഫിന്റെ ശരിയായ മാർഗങ്ങളെ അവലംബിക്കണം. ഇത് മൂന്നിനെ കുറിച്ചും മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഫജഅല ദാലിക കുല്ലഹു ദീന, ഇത് മൂന്നും കൂടിച്ചേരുമ്പോഴാണ് ദീൻ ഉണ്ടാകുന്നത് എന്നാണ്. ദീനിന്റെ പൂർണ്ണത അപ്പോഴാണ് കരസ്ഥമാക്കാൻ കഴിയുക. നോക്കൂ, ഇതിനാവശ്യമായ ഒരു മാർഗരേഖകൾ പഠിപ്പിക്കപ്പെടുന്നതാണ് കേരളത്തിൽ ഉണ്ടായത്. പൊന്നാനിയിലെ മഖ്ദൂമിന്റെ കാലഘട്ടം മുതൽ നമ്മുടെ കേരളത്തിലെ എല്ലാ പള്ളികളിലും പള്ളി ദർസുകൾ ഉണ്ടായിട്ടുണ്ട്. പള്ളി ദർസുകൾ എന്ന് പറഞ്ഞാൽ വിദേശത്തു നിന്ന് വരുന്ന, മറ്റു നാട്ടിൽ നിന്ന് വരുന്ന മുതഅല്ലിമീങ്ങൾ ഗാഢമായ പഠനം നടത്തുമ്പോൾ അതത് നാട്ടിലെ സാധാരണക്കാരായ ആളുകൾക്ക് ശാന്തമായി ലളിതമായിട്ട് ഇസ്ലാമിനെ പഠിക്കുവാനുള്ള ലളിതമായ കിതാബുകൾ ഇവിടെ പഠിപ്പിക്കപ്പെട്ടിരുന്നു. നമ്മുടെ പൊന്നാനിയിലും തീരപ്രദേശങ്ങളിലുമൊക്കെ മഹാനായ മഖ്ദൂം അവറുകളുടെ ശിഷ്യന്മാരും അവിടുന്നൊക്കെ രചിച്ചിട്ടുള്ള ചെറിയ ചെറിയ കൊച്ചു കിതാബുകൾ പഠിപ്പിക്കപ്പെട്ടിരുന്നു. നമ്മുടെ നാട്ടിലെ വലിയ വലിയ ദർസുകൾ നടന്നിരുന്ന പള്ളികളിൽ ആ ദർസ് നടത്തിയ ഉസ്താദുമാരുടെ തസവ്വുഫിന്റെ ദർസുകൾ കേൾക്കാൻ ആ നാട്ടിലെ സാധാരണക്കാർ പോയിരിക്കുന്ന പതിവുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ ഇപ്പൊ ഇവിടെ കൂടിയിരിക്കുന്ന ആളുകളൊക്കെ ഈ പള്ളിയിൽ തന്നെ ബഹുമാനപ്പെട്ട KV ഉസ്താദ് നമ്പറല്ലാഹു മർഖദ മഹാനവറുകൾ ദീർഘകാലം ദർസ് നടത്തിയപ്പോൾ അവിടുത്തെ ദർസിൽ പോയിരുന്ന് കിതാബ് ഓതി പഠിച്ചവർ ഈ നാട്ടിലില്ലേ? അങ്ങനെയുള്ളൊരു പതിവ് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. എല്ലാ ജനങ്ങൾക്കും പ്രാപ്യമാകുന്ന ഒരു വൈജ്ഞാനിക നേതൃത്വം, എല്ലാവർക്കും ദീനിനെ കറയില്ലാതെ പഠിപ്പിക്കുന്ന ഒരു നേതൃത്വം ഉണ്ടാകണം. നോക്കൂ, ഞാൻ എന്റെ ഇഷ്ടപ്രകാരം ദീനിനെ പറയുക, മറ്റൊരാളുടെ ഇഷ്ടപ്രകാരം ദീനിനെ പറഞ്ഞു കൊടുക്കുക, ആളുകൾ വഴിപിടച്ചു പോകില്ലേ? എന്നാൽ എല്ലാവരും അവരവരുടെ തന്നിഷ്ടങ്ങൾ ദീനായി പറയുന്നതിന് പകരം കൃത്യമായ പരമ്പരകളിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ട മാർഗദർശനം നൽകപ്പെട്ട ദീനിനെ തന്നെ പരിചയപ്പെടുന്ന രീതി ഉണ്ടാകണം. ആ രീതിയാണ് നമ്മുടെ പള്ളി ദർസുകളിലൂടെ വളർന്നു വന്ന് പിന്നീട് ഓത്തുപള്ളികൾ പള്ളി ദർസുകളായി, പിന്നെ അതിൽ നിന്ന് മദ്രസകളിലേക്ക് പ്രാഥമിക വിദ്യാഭ്യാസം നൽകപ്പെട്ടു, പിന്നെ അറബിക് കോളേജുകളായി, ഇസ്ലാമിക് യൂണിവേഴ്സിറ്റികളായി ലോകമറിയപ്പെടുന്ന ഒരു വൈജ്ഞാനിക സുരക്ഷിതത്വമുള്ള ഒരു മണ്ണായി നമ്മൾ മാറി. മതപരമായ സുരക്ഷിതത്വം എന്ന് പറയുന്നത് ലോകത്ത് മിക്കയിടങ്ങളിലും ലഭിക്കാത്ത ഒരു കാര്യമാണ്. എന്റെ ദീനിനെ കറയില്ലാതെ അനുസരിച്ചുകൊണ്ട് ജീവിക്കുവാൻ എന്നെ സഹായിക്കുന്ന ഒരു മതപരമായ ഒരു സുരക്ഷിതത്വം എന്റെ നാട്ടിലുണ്ടാകണം. അതിനെ ഇവിടെ ഉണ്ടാക്കിയത് നമ്മുടെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഇന്ന് 11,000-ൽ പരം വരുന്ന മദ്രസകൾ സമസ്തയുടെ കീഴിലുണ്ട്. എത്ര ജനങ്ങൾക്ക് വേണ്ടിയാണ്? കേരളത്തിൽ 1 കോടി മാത്രമാണ് മുസ്ലിങ്ങളുടെ ജനസംഖ്യയുള്ളത്. 3.5 കോടി ജനസംഖ്യയുണ്ട് ഈ കേരളത്തിൽ. 3.5 കോടി ജനസംഖ്യയുള്ള കേരളത്തിൽ പൊതുവിദ്യാലയങ്ങളുടെ എണ്ണം എത്രയാണ്? 15,000-ന്റെ താഴെ മാത്രമാണ്. അതിൽ ഗവൺമെന്റ് നേരിട്ട് നടത്തുന്നത് 7,000-ലധികം മാത്രമേ ഉള്ളൂ. എന്നാൽ അതിന്റെ 1/3 മാത്രം ജനസംഖ്യ വരുന്ന മുസ്ലിങ്ങൾക്ക് വേണ്ടി ഈ നാട്ടിലെ പൊതുജനങ്ങളുടെ സഹായത്തോടുകൂടി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നടത്തുന്ന മദ്രസകൾ 11,000-ലധികമാണ്. നോക്കൂ, നമ്മുടെ ഒരു പഞ്ചായത്തിൽ അവിടെയുള്ള പൊതുവിദ്യാലയങ്ങളുടെ എണ്ണത്തെക്കാൾ കൂടുതൽ അവിടെ മദ്രസകൾ ഉണ്ടായിരിക്കും. അതിനർത്ഥം എന്താണ്? ഇവിടെയുള്ള 1 കോടി മുസ്ലിമീങ്ങൾ ഉൾപ്പെടുന്ന എല്ലാ മുസ്ലിം കുടുംബങ്ങൾക്കും ധൈര്യസമേതം പറയാം, എന്റെ കുട്ടിക്ക് മതപരമായ വിദ്യാഭ്യാസത്തെ പ്രാഥമികമായി ലഭ്യമാക്കുന്ന ഒരു സൗകര്യം എനിക്ക് നഷ്ടപ്പെടുകയില്ല എന്ന് ധൈര്യസമേതം പറയാം. പ്രാഥമിക വിദ്യാഭ്യാസത്തെ ജനകീയവൽക്കരിക്കുക എന്ന ഒരു ആശയമാണിത്. ലോകത്ത് മറ്റേത് രാജ്യത്താണ് ഇത് അവകാശപ്പെടാൻ കഴിയുക? ഇസ്ലാമിക രാജ്യങ്ങളിൽ പോലും ആ നാട്ടിലെ 15 വയസ്സ് വരെയുള്ള മുഴുവൻ കുട്ടികൾക്കും മതപരമായ ദീനി വിദ്യാഭ്യാസത്തെ ഉറപ്പുവരുത്താൻ ഒരു സംവിധാനമുണ്ട് എന്ന് പറയാൻ കഴിയുമോ? കഴിയില്ല. അതൊക്കെ ആ നാട്ടിലെ രക്ഷിതാക്കളുടെ ഉത്തരവാദിത്തമായിട്ട് പരിമിതപ്പെടുകയാണ്. സൗകര്യങ്ങൾ ഉണ്ടാകും, പക്ഷെ രക്ഷിതാക്കൾ കണ്ടെത്തേണ്ടി വരും. എന്നാൽ നമുക്ക്
5 വയസ്സുള്ള കുട്ടി മുതൽ 15 വയസ്സുള്ള പ്രായമെത്തുന്ന കുട്ടി വരെയുള്ളവർക്ക് പഠിക്കാൻ കൃത്യമായി വ്യവസ്ഥാപിതമായ ഒരു സംവിധാനം അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഇവിടെ സ്ഥാപിക്കപ്പെട്ടിട്ട് 75 കൊല്ലങ്ങളായി. ആരാണ് ഇതിനു വേണ്ടി സഹായിച്ചത്? അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടായി. ഉലമാക്കൾ അവരുടെ ഇബാദത്തുകളിലും കർമ്മങ്ങളിലും ഒതുങ്ങിക്കൂടാതെ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി. നാട്ടിലെ പൗരപ്രമുഖരായ ആളുകൾ അവരെ സഹായിച്ചു. നോക്കൂ, ഈ ഒരു സൗഭാഗ്യം നമുക്കുണ്ടായത് എങ്ങനെയാണ്? അവരുടെ ആത്മാർത്ഥമായ സമർപ്പണം കൊണ്ടാണ്. ആ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിന്റെ 100 വർഷങ്ങളെ പിന്നിട്ട് 100ാം വാർഷികം ആഘോഷിക്കുകയാണ്. 100ാം വാർഷിക ആഘോഷം എന്ന് പറഞ്ഞാൽ നമുക്ക് ആരവങ്ങളുടെയോ ആഹ്ലാദങ്ങൾക്കപ്പുറത്ത് ശുക്ർ പറയേണ്ട നേരമാണ്. കഴിഞ്ഞ 100 കൊല്ലം, ആ 100 കൊല്ലത്തിനിടയിൽ ഏതായിരുന്നു ഈ കേരളത്തിന്റെ ശരി എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. ആദർശങ്ങളിൽ വൈരുദ്ധ്യങ്ങളില്ല. 100 കൊല്ലം മുമ്പ് ഏതായിരുന്നോ തൗഹീദ്, അതുതന്നെയാണ് ഇന്നും നമുക്ക് തൗഹീദ്. ഏതായിരുന്നോ ശിർക്ക്, അതുതന്നെയാണ് ഇന്നും നമ്മുടെ ശിർക്ക്. അന്നത്തെ രീതികൾ തന്നെയാണ് ഇന്നത്തെ രീതിയും. എന്തുകൊണ്ടാണ് ഇന്നും അത് മുഖ്യധാരയായി നിലനിൽക്കുന്നത്? പ്രാമാണിക പിൻബലമുള്ളത് കൊണ്ടാണ്. എന്നാൽ കേരളത്തിൽ എത്ര ബിദ്അഈ കക്ഷികൾ പ്രത്യക്ഷപ്പെടുകയുണ്ടായി. ഓരോരുത്തരും അവരവരുടെ വാദങ്ങൾ പറഞ്ഞു. മുസ്ലിമീങ്ങളെ, വിശ്വാസികളെ കാഫറാക്കാൻ ഒരുമ്പെട്ടിറങ്ങിയ എത്രയെത്ര ആളുകൾ ഉണ്ടായി. പക്ഷേ അങ്ങനെ വന്ന ഓരോരുത്തരും അവരുടെ തൗഹീദുകളിൽ പരിണാമങ്ങളാണ്, അവരുടെ വിശ്വാസങ്ങളിൽ പരിണാമങ്ങളാണ്. ഈ 100 കൊല്ലത്തിനിടയിൽ എത്രയെത്ര തൗഹീദുകളാണ് അവർ പരിചയപ്പെടുത്തിയത്. ഒരു കാലത്ത് തൗഹീദാണെന്ന് പറയുന്നു, പിറ്റേ 1 വർഷം കഴിയുമ്പോൾ അത് തിരുത്തുകയാണ്. ഈ അടുത്ത ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ഒരു വെള്ളിയാഴ്ചയിലെ പ്രസംഗത്തിൽ അവർ തൗഹീദാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയ കാര്യം 2 ദിവസം കഴിഞ്ഞ് ഫേസ്ബുക്ക് ലൈവിൽ വന്ന് അത് തൗഹീദല്ല ശിർക്കാണ് എന്ന് തിരുത്തുന്ന ഗതികേട് ഉണ്ടാവുകയാണ്. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? കൃത്യമായ മാർഗരേഖകളെ അവലംബിക്കാത്തത് കൊണ്ടാണ്. അവിടെയാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നമുക്ക് കൃത്യമായി കലർപ്പില്ലാത്ത വിശ്വാസത്തിന്റെ തണൽ നൽകിയത്. അതിന്റെ കൂടെ നമ്മൾ നിൽക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആ ബഹുമാനപ്പെട്ട സമസ്തയുടെ 100ാം വാർഷികത്തിന്റെ ഭാഗമായി സാധാരണ നമ്മുടെ സമ്മേളനങ്ങളൊക്കെ നമുക്ക് കൂടുതൽ ആത്മവിശ്വാസം പകരുന്നതും പുതിയ സന്ദേശങ്ങളെ കൈമാറുന്നതുമായിരിക്കും. എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഇത്തവണയുള്ള സമസ്തയുടെ സമ്മേളനത്തിന്റെ പ്രത്യേകത 100ാം വാർഷികത്തോടനുബന്ധിച്ച് വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ വിദ്യാഭ്യാസ മേഖലയിൽ, സാമൂഹിക മേഖലയിൽ, സാംസ്കാരിക മേഖലയിൽ, അതുപോലെ ആതുര സേവന മേഖലയിലൊക്കെ വ്യത്യസ്തങ്ങളായ പദ്ധതികളാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നടപ്പിലാക്കുന്നത്. ഏറ്റവും പ്രധാനമായി ഇപ്പൊ നമ്മുടെ നാട്ടിൽ വിദ്യാഭ്യാസ സംരംഭങ്ങൾക്ക് വേണ്ടി പുതിയ കാലത്തെ വിദ്യാഭ്യാസ സാധ്യതകൾ ഉപയോഗപ്പെടുത്താൻ സെന്റിനറി എഡ്യൂസിറ്റി എന്ന ബൃഹത്തായ ഒരു പദ്ധതിയെ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. 100ാം വാർഷികത്തോടുകൂടി സ്ഥാപിക്കാൻ പോകുന്ന ഒരു പദ്ധതിയാണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പദ്ധതി റീഹാബിലിറ്റേഷൻ സെന്ററുകൾ. നമുക്കറിയാം, ലഹരിയുടെയും മയക്കുമരുന്നിന്റെയും ഒക്കെ അടിമകളായി തന്റെ ജീവിതം ഹോമിക്കപ്പെടുന്ന അവസ്ഥയിൽ പെട്ടുപോകുന്ന ധാരാളം ആളുകളുണ്ട്. അവർക്ക് റീഹാബിലിറ്റേഷൻ കൊടുത്ത് അവർക്ക് പരിശീലനങ്ങളിലൂടെ അത് മതപരവും ധാർമ്മികവും ശാസ്ത്രീയവും ആരോഗ്യപരവുമായിട്ടുള്ള ശിക്ഷണങ്ങൾ കൊടുത്ത് അവരെ ശരിയായ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരുന്ന റീഹാബിലിറ്റേഷൻ സെന്റർ അതിന്റെ ഒരു പദ്ധതിയാണ്. അതുപോലെ മെഡിക്കൽ കെയർ സെന്ററുകൾ എന്ന് പറഞ്ഞാൽ ആശുപത്രിയിൽ നിന്ന് ഇനി ചികിത്സയില്ല എന്ന് പറഞ്ഞ് മടക്കി അടക്കപ്പെടുന്ന എത്രയോ ജീവനുകളുണ്ട്. അവർക്ക് പാലിയേറ്റീവ് കെയർ നൽകുന്നതിന് വേണ്ടിയുള്ള മെഡിക്കൽ കെയർ സെന്ററുകൾ സമസ്തയുടെ കീഴിൽ സ്ഥാപിക്കപ്പെടുകയാണ്. നമുക്കറിയാം, എത്രയോ വർഷങ്ങളായി നമ്മുടെ നാട്ടിൽ വിവിധ മേഖലകളിൽ നമ്മുടെ മഹല്ലുകളും സംഘടനാ സംവിധാനങ്ങളും ഒക്കെ അത്തരം പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ബൃഹത്തായ ഒരു പദ്ധതിയെ നടപ്പിലാക്കുകയാണ്. അതുപോലെ നമ്മുടെ നാട്ടിൽ നിന്ന്, കേരളത്തിൽ നിന്ന് വിവിധ സംസ്ഥാനങ്ങളിലേക്ക് പോയി പഠനത്തിന് വേണ്ടി പോകുന്ന കുട്ടികളുണ്ട്. ആ കുട്ടികൾക്കൊക്കെ ഒരു ധാർമ്മികാന്തരീക്ഷത്തിലുള്ള പഠനാന്തരീക്ഷമുള്ള ഒരു ഹോസ്റ്റൽ സൗകര്യങ്ങൾ നിരന്തരമായി നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ആവശ്യമാണ്. അപ്പൊ ഇന്ത്യയിലെ മെട്രോപൊളിറ്റൻ സിറ്റികളിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നേതൃത്വത്തിൽ കൃത്യമായി അവർക്ക് പ്രഭാതത്തിലും പ്രദോഷത്തിലും ഗൈഡൻസ് നൽകുന്ന, അവരുടെ ഇബാദത്തുകൾക്കൊക്കെ കൃത്യമായി നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന രീതിയിൽ ധാർമ്മികാന്തരീക്ഷമുള്ള സമൃദ്ധമായ ഹോസ്റ്റൽ സൗകര്യങ്ങൾ ഒരുക്കാൻ ഇതിന്റെ ഭാഗമായി ആലോചിക്കപ്പെടുന്നുണ്ട്. അതുപോലെ കേരളം എന്ന് പറഞ്ഞാൽ ലോകത്ത് ശ്രദ്ധിക്കപ്പെടുന്ന ഒരു പ്രദേശമാണ്. കേരളത്തിന്റെ പുതിയ കാലത്ത് ചരിത്രങ്ങളെ വക്രീകരിക്കപ്പെടുമ്പോൾ, നമ്മുടെ ഓർമ്മകളൊക്കെ തമസ്കരിക്കപ്പെടുമ്പോൾ, നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്ന മലബാർ സമരത്തിന്റെ പോരാളികളൊക്കെ പാഠപുസ്തകത്തിൽ നിന്നും ഒഴിവാക്കപ്പെടുന്ന ഒരു കാലത്ത് സമസ്തയുടെ ശ്രദ്ധേയമായ ഒരു തീരുമാനമാണ് സമസ്തയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹെറിറ്റേജ് മ്യൂസിയം. അത് കേരളത്തിലെ പ്രധാന നഗരത്തിൽ, കേരളത്തിലെ ഒരു മുസ്ലിം സമൂഹത്തിന്റെ ഹെറിറ്റേജ് മ്യൂസിയം സ്ഥാപിക്കപ്പെടുകയാണ്. നമ്മുടെ ചരിത്രത്തെ നമ്മൾ തന്നെ ലോകത്തേക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള ഒരു പദ്ധതിയാണ്. ഇങ്ങനെ വൈവിധ്യങ്ങളായ പദ്ധതികൾ നമ്മുടെ ഈ സമ്മേളനത്തിന്റെ ഭാഗമായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്. സമ്മേളനാനന്തരം ഇൻഷാ അല്ലാഹ് ഫെബ്രുവരിയുടെ ആദ്യവാരത്തിൽ നടക്കുന്ന സമ്മേളനം, 4 മുതൽ 8 വരെ നടക്കുന്ന സമ്മേളനം,
ആ സമ്മേളനത്തിൽ നമ്മുടെ മഹലിന്റെ പ്രാതിനിധ്യം ഉണ്ടാകണം, നമ്മുടെയൊക്കെ പങ്കാളിത്തം ഉണ്ടാകണം. നമുക്ക് കടപ്പാടുണ്ട്, ആ കടപ്പാടുകൾ നമ്മൾ ആ കടപ്പാടുകൾക്കുള്ള നന്ദി നമ്മൾ അറിയിക്കണം. അതോടൊപ്പം ഈ പദ്ധതികൾക്ക് സഹായിക്കാൻ വേണ്ടി നമ്മുടെ ബഹുമാന്യരായ നേതാക്കന്മാർ നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മഹല്ലുകളിൽ നിന്നൊക്കെ അതിന്റെ സമാഹരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച നമ്മുടെ മഹല്ലിൽ വെച്ച് നടക്കുന്ന പിരിവ് അതിനു വേണ്ടിയുള്ളതായിരിക്കും. അപ്പോ ആ പദ്ധതിക്ക് തഹിയ എന്ന പേരിട്ടുകൊണ്ട് നമ്മുടെ ആലിമീങ്ങൾ എല്ലാവരോടും അതിലേക്ക് സഹായിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും കഴിവിന്റെ പരമാവധി അതിലേക്ക് ഹദിയകൾ നൽകണം. നമ്മുടെ പരിശുദ്ധമായ ദീനിന്റെ നിലനിൽപ്പിന് വേണ്ടിയും നമ്മുടെ ഒരു ഐഡന്റിറ്റിയെ സമൂഹത്തിൽ പ്രദർശിപ്പിക്കുന്നതിന് വേണ്ടിയൊക്കെയുള്ള ഈ കാലഘട്ടത്തിന്റെ അനിവാര്യമായ അനേകം പദ്ധതികളുടെ ഭാഗമാകുന്നതിന് വേണ്ടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ.